ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് chi-square ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. chi-square ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. The test of significance discussed in the previous section is based on the assumption that the observations are from a normal population. These tests are called parametric test. നമ്മൾ ഇതിനു മുമ്പ് 2 ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് Z ടെസ്റ്റ് ആയിരുന്നു. ലാർജ് സാമ്പിൾ ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത് Z ടെസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്ത T ടെസ്റ്റിനെ പറ്റിയിട്ടായിരുന്നു. ആ T ടെസ്റ്റിൽ തന്നെ നമ്മൾ 3 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റും പെയർഡ് ടെസ്റ്റും പിന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള T ടെസ്റ്റും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ഈ T ടെസ്റ്റിലാണെങ്കിലും Z ടെസ്റ്റിലാണെങ്കിലും അവിടെ നമ്മൾ സർട്ടൻ അസംഷൻസ് വെച്ചിരുന്നു. എന്തൊക്കെ അസംഷൻ്റെ ബേസായിരുന്നു നമ്മളിത് ചെയ്തത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത Z ടെസ്റ്റും T ടെസ്റ്റൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പോപ്പുലേഷൻ നോർമലാണ് എന്ന് ഉള്ള ഒരു അസംഷനിലുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയാം. However, when no assumption about the population distribution is made, we make use of non-parametric test. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പോപ്പുലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്യാത്ത കേസിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് കുറച്ചും കൂടി വൈഡ്ലി യൂസ് ചെയ്യുന്നതും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതും പിന്നെ കമ്പ്യൂട്ട് ചെയ്യാനാണെങ്കിലും കുറച്ചും കൂടി സിമ്പിൾ നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. അപ്പോൾ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. The chi-square test is one of the simplest and most commonly used non-parametric test of significance. This was first used by Carl Pearson in 1900-ലായിരുന്നു കാൾ പിയേഴ്സൺ ഇത് യൂസ് ചെയ്തത്. സിമ്പിളായിട്ടുള്ളതും പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് chi-square ടെസ്റ്റ് എന്നുള്ളത്. Generally, the T test is meant for taking decision about the mean of the population. നമ്മൾ T ടെസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോപ്പുലേഷൻ മീനിൻ്റെ പറ്റിയിട്ടുള്ള ഡിസിഷനാണ് നമ്മൾ T ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷേ chi-square ടെസ്റ്റ് ഈസ് യൂസ്ഡ് to draw inference about the population dispersion. chi-square ടെസ്റ്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഡിസ്പേർഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. പോപ്പുലേഷൻ ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേരിയൻസ് ആണ്. വേരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാനാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ chi-square ടെസ്റ്റിൽ ചെയ്യുന്നത്. T ടെസ്റ്റിലും Z ടെസ്റ്റിലൊക്കെ നമ്മൾ മീനിനെ പറ്റിയിട്ടായിരുന്നു ഒരു ഡിസിഷനിൽ എടുത്തത്. പിന്നെ നമുക്ക് പറയാം chi-square ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡിസ്ക്രീറ്റ് കാറ്റഗറീസിൽ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സ്കൂൾ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റീഡിങ് എബിലിറ്റി ഉള്ളത്, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ളത്, പിന്നെ അവരുടെ ബിഹേവിയർ, അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അഡൽട്ട് സിറ്റീസൺ ആണെങ്കിൽ നമുക്ക് വെദർ ദേ ബിലോങ് ടു എ പെർട്ടിക്കുലർ കാറ്റഗറി അല്ലെങ്കിൽ ഇൻ ഫേവർ ഓഫ്, ഇൻഡിഫറൻറ്റ് ഓഫ്, ഒപ്പോസ് ടു, ഇങ്ങനെയുള്ള കേസിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈപ്പിലൊക്കെ ഉള്ള ഡാറ്റ വരുമ്പോഴാണ് നമ്മൾ chi-square ടെസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ chi-square ടെസ്റ്റിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ടെസ്റ്റ് ദ വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ. നോർമൽ പോപ്പുലേഷൻ്റെ വേരിയൻസ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ടു ടെസ്റ്റ് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. മെയിനായിട്ട് നമ്മൾ chi-square ടെസ്റ്റ് നോക്കൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൻ്റെ പ്രോബ്ലത്തിലാണ്. പിന്നെ ലാസ്റ്റ് വൺ ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട്സിൻ്റെ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനും നമ്മൾ chi-square ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് chi-square ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ വേരിയൻസ് എന്താണെന്നുള്ളത് നോക്കാം. This test is conducted when we want to test if the given normal population has a specified variance sigma square equal to sigma naught square. നമ്മൾ ഈ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള വേരിയൻസ് ആണോ എന്ന് നോക്കാനാണ്. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ നോട്ട് സ്ക്വയർ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് chi-square ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ വേരിയൻസിൽ പറയുന്നത്. ഈ chi-square ടെസ്റ്റ് ഫോർ വേരിയൻസ് എന്ന് പറയുന്നത് ജനറലി റൈറ്റ് ടീൽഡ് ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റിൽ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും എന്താണെന്നുള്ളത് നോക്കാം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയറും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് സ്ക്വയർ. ഇങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മൾ chi-square ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ വേരിയൻസ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താ വരുന്നത് എന്നുള്ളത് നോക്കാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് chi-square is equal to n² by sigma naught square. എന്നിട്ട് പിന്നെയുള്ള സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ആൽഫ സിഗ്നിഫിക്കൻസ് ലെവലിൽ നമ്മളെ ടേബിൾ വാല്യൂ എന്താണെന്നുള്ളത് നോക്കും. എന്നിട്ട് നമ്മളെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. നമുക്കറിയാം ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ നമ്മളെ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. അതല്ലാന്നാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. നൾ ഹൈപ്പോത്തസിസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ സിഗ്മ നോട്ട് സ്ക്വയർ എഗെയിൻസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് സ്ക്വയർ. പിന്നെ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് അതെന്താണെന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ദാൻ ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിജക്റ്റ് ചെയ്യും, നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും.